എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അവിടെ ഞാൻ കണ്ടത് തേനെ തന്നെയാണല്ലോ. പക്ഷേ റൂമിൽ അതാരാ? ഇതാരാ ഈ ടൈമിൽ? ഇവിടെ കൂടെ പോകുന്നതാണല്ലോ കണ്ടത്. ഇതിപ്പോൾ എങ്ങോട്ട് പോയി? കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? എങ്ങോട്ട് വരുന്നതാണല്ലോ കണ്ടത്. ഇത്ര പെട്ടെന്ന് എവിടെ പോയി? എന്നാലും അത് ആരായിരിക്കും? എടോ ജേക്കെ, താനെന്താണോ ഇവിടെ ചെയ്യുന്നത്? അതും ഈ ടൈമിൽ? അയ്യോ, എൻ്റെ ദൈവം, പേടിച്ചു പോയല്ലോ. ഞാൻ ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കണ്ടത്. പിന്നെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ കാണാതായി. ഞാൻ ഇവിടെ എല്ലാം നോക്കി. പക്ഷേ എടോടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടോ തൻ്റെ റൂമല്ലാതെ വേറെ എവിടേക്കും പോവരുതെന്ന്. അപ്പം ഇത് പാതിരാത്രി ഇത് ഇവിടെ വന്ന് നിൽക്കുന്നു. തനിക്ക് ഈ കാടിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഇത് താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സ്ഥലമേ അല്ല. അത് താൻ ആദ്യം മനസ്സിലാക്ക്. ഒരു പെണ്ണിനെ കണ്ടുപോലും. ആ പെണ്ണ് തൻ്റെ കുഞ്ഞമ്മയുടെ മോളൊന്നുമല്ലല്ലോ അതിനെ ഈ പാതിരാത്രി ഈ കാട്ടിൽ തപ്പിയിറങ്ങാൻ. ഈ കാട്ടിൽ ഓരോ മുക്കും മൂലയ്ക്കും വരെ കാതുകളുണ്ട്. താൻ കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ രാവിലെ തൻ്റെ മുടിയും എല്ലും പല്ലും മാത്രമേ ബാക്കി കാണത്തുള്ളായിരുന്നു. അത് ഞാൻ പെട്ടെന്നൊരു പെൺകുട്ടിയെ ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ആരാന്നറിയാൻ വേണ്ടി. താൻ കണ്ടത് പെൺകുട്ടി തന്നെയാണെന്ന് തനിക്കെന്താ ഇത്ര ഉറപ്പ്? താൻ കണ്ടത് എന്തായാലും ഒരു പെൺകുട്ടി ആയിരിക്കത്തില്ല. കാരണം ഇവിടെ അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവായിരിക്കും. താൻ ആ ആത്മാവിൻ്റെ പുറകിലാണ് തപ്പി ഇത്ര നേരം പോയത്. അല്ലെങ്കിൽ താൻ തന്നെ ഒന്ന് ചിന്തിക്ക്. ഈ നട്ടപ്പാതിരേക്ക്, അതും ഈ കാട്ടിൻ്റെ നടുക്കിലൂടെ ഏത് പെൺകുട്ടിയാണോ നടന്നു പോണത്? അല്ല, ശരിക്കും ഞാൻ കണ്ടതാ. അതൊരു പെൺകുട്ടി തന്നെയായിരുന്നു. തന്നോടൊന്നും പറഞ്ഞിട്ടെ കാര്യമില്ല. താൻ വരാൻ നോക്ക്. ഇനിയും ഇവിടെ നിൽക്കുന്നതേ അത്ര പന്തിയല്ല. പിന്നെ ഞാനിവിടെ ഈ സമയത്ത് വന്നില്ലായിരുന്നേ കാണായിരുന്നു തൻ്റെ അവസ്ഥ. ഇവിടുത്തെ രക്തദാഹികളായ ആത്മാക്കൾക്ക് താൻ ഇന്നൊരു ടച്ചിങ്സ് ആയേനെ. അതെന്താ അങ്ങനെ? തേനെന്താ ഇവിടുത്തെ രക്തദാഹികളായ ആത്മാക്കൾ ഒന്നും ചെയ്യില്ലേ? എന്താ അവർക്ക് പേടിയാണോ? അതെ. അതെന്താ? എന്താ ഇവിടുത്തെ വാമ്പയർ കിങ് ആണോ? അതെയല്ലോ. ഇത്ര വേഗം മനസ്സിലാക്കി കളഞ്ഞല്ലോ കൊച്ചു കള്ളൻ. അപ്പോൾ തേയാണോ വാമ്പയർ കിങ്? എന്നെക്കൊണ്ട് ഈ നട്ടപ്പാതിരക്കൊന്നും പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് വരാൻ നോക്ക്. അപ്പം അല്ലല്ലേ. വാമ്പയർ കിങ് പോലും നട്ടപ്പാതിരക്കാ അവൻ്റെ ഒരു വാമ്പയർ കിങ്. മര്യാദയ്ക്ക് വരാൻ നോക്ക്. ഞാൻ പോവാ. എന്താ, വരാനൊന്നും ഉദ്ദേശമില്ലേ? വരുവാ. എന്നാലും ആ പെൺകുട്ടി ആരായിരിക്കും? എങ്ങോട്ട് പോയേ? ഇനി തേ പറഞ്ഞ പോലെ അത് വല്ല ആത്മാവായിരിക്കുമോ? ഡോ ജേക്കെ, താനവിടെ നിന്നേ. എന്താ തേ? എന്താ വിളിച്ചേ? ജേക്കെ, ഇത് ഞാൻ തന്നോട് ഒരു വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തൻ്റെ റൂമല്ലാതെ ഈ പാലസിലെ മറ്റു മുറികളിലേക്കോ മറ്റിടങ്ങളിലേക്കോ പോവരുതെന്ന്. അത് തൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. ഇന്ന് താൻ ചെയ്ത കാര്യം എത്ര വലിയ അപകടം നിറഞ്ഞതാണെന്ന് തനിക്കറിയാവോ? ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത്. അത് പെട്ടെന്ന് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അതാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. തേ ദേഷ്യപ്പെടുത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താ കാര്യം? അത് നൈറ്റ് ഞാൻ വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോകുന്ന വഴി നമ്മുടെ വടക്കേറ്റത്തുള്ള പൂട്ടിയിട്ടിരിക്കുന്ന മുറിയില്ലേ, അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ ഞാൻ കേട്ടു.
അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടത് ആരൊക്കെയോ കുറേ പേര് ചേർന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കളം വരച്ചിട്ട് അതിന് നടുക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ വെച്ച് അവരെന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ അങ്ങോട്ടേക്ക് വന്നത്. അയാളെ അവരെല്ലാം വിളിച്ചത് വാമ്പയർ കിങ് എന്നായിരുന്നു. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ആ വാമ്പയർ കിങ്ങിൻ്റെ ഫേസ് കാണാൻ തേനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വേഷം ഇതുപോലെ അല്ലായിരുന്നു. മുഖം മാത്രമേ ഉള്ളായിരുന്നു ഒരേപോലെ കാണാൻ. ഫസ്റ്റ് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിൻ്റെ റൂമല്ലാതെ വേറെ സ്ഥലത്തൊന്നും പോവരുതെന്ന്? അത് പോട്ടെ. പിന്നെ നീ അവിടെ കണ്ടത് അതെല്ലാം സത്യമാകണമെന്നില്ല. നിൻ്റെ വെറും തോന്നലോ ഇല്ലെങ്കിൽ ഈ പാലസിൻ്റെ എന്തെങ്കിലും മായാജാലം വല്ലതും ആയിരിക്കാം. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് വാമ്പയറുകൾക്ക് ആരുടെ രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിയും. മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ നിൻ്റെയോ എൻ്റെയോ ആരുടെ വേണമെങ്കിലും. പിന്നെ ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞല്ലോ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളൊരു സ്ഥലമല്ലത്. ഇവിടെ ഒത്തിരി ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ കണ്ണിൽ കാണുന്ന പോലെയുള്ള ഒരു ലോകമല്ല ഇവിടെ. ഇവിടെ മറ്റൊരു ലോകമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത, എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഒരു ലോകം. അതൊക്കെ പോട്ടെ. ഇനി നീ ഒരിക്കലും നിൻ്റെ റൂമല്ലാതെ മറ്റു സ്ഥലത്തൊക്കെ ഒന്നും പോകരുത്, കേട്ടല്ലോ? എന്തായാലും നീ പോയി കിടന്നു, ഞാനും കിടക്കാൻ പോവാ. എന്നാലും തേ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? വാമ്പയറിന് എൻ്റെ രൂപവും സ്വീകരിക്കാൻ കഴിയുമോ? ഇത്ര വേഗം നേരം വെളുത്തോ? ഇതെന്താ ലോകം വല്ല അവസാനിക്കാൻ പോവാണോ? ഇത്ര വേഗം നേരമൊക്കെ വെളുക്കുന്നു. ഇന്നലെ എന്തൊക്കെയാ ഉണ്ടായേ? തേ പോയി കാണുമോ? ആ റൂമിൽ പോയി നോക്കാം. പതിവ് പോലെ തന്നെ എന്നും പറയാതെ പോയി. ഇതെന്താ ഈ പകലൊക്കെ ഇയാൾ എങ്ങോട്ടേ മുങ്ങുന്നേ? എന്തായാലും പോയി ഫുഡ് കഴിക്കാം. ബോറടിക്കുന്നു. എന്ത് ചെയ്യും ഇനി? അയാളാണെങ്കിൽ ഇവിടെ ഭൂതമുണ്ട്, ആനയുണ്ട്, ചേനയുണ്ടെന്നും പറഞ്ഞ് വേറെ എവിടെയും പോവരുത് എന്നൊക്കെ പറഞ്ഞ് വിലക്ക് വെച്ചിരിക്കുക. എനിക്കാണ് ബോറടിക്കുന്നത്. എന്തായാലും അയാൾ പോകാൻ പറ, ഇവിടെയൊക്കെ ചുറ്റിക്കാണാം. അയാൾ അറിയാനൊന്നും പോണില്ലല്ലോ ഞാൻ എവിടേക്കാണ് പോണേന്ന്. ക്യാമറയൊന്നും വെച്ചിട്ടില്ലല്ലോ അല്ലേ? കറണ്ടില്ലാത്ത സ്ഥലത്തെ ക്യാമറ. അവിടെ എന്താ? ഇതിനു മുമ്പ് ഞാൻ ഈ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. തികച്ചും എന്തോ പ്രത്യേകത ഉള്ളതുപോലെ. അതെന്താ? ഇവിടെ കാണാൻ തികച്ചും വിചിത്രമായിരിക്കുന്നല്ലോ. ദൈവമേ, പെട്ടെന്നെന്താ ആ തലയോട്ടിക്കൊക്കെ ജീവൻ വെച്ചതുപോലെ. ഇതെന്താ? ഒരു ബുക്കാണല്ലോ. ഇതെന്താ ഇവിടെ? എന്തായിരിക്കും ഈ ബുക്കിനകത്ത്? ഇനി ഇത് വല്ല മാന്ത്രിക ബുക്കാണോ? ഇത് എടുക്കണോ? രാജകുമാരാ, വരൂ വരൂ, ആ ബുക്ക് എടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അയ്യോ, ഇതാരാ? എൻ്റെ അമ്മേ, രാജകുമാരനോ? അതാരാ? ദൈവമേ, ഇതെൻ്റെ വെറും തോന്നലാണോ? ഇതൊക്കെ വെറും മായ കാഴ്ചയാണോ? അത് സത്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാജകുമാരാ, വാ. ഒന്ന് പോവണേ, എൻ്റെ പട്ടി വരും നിൻ്റെ അടുത്തേക്ക്. ദൈവമേ, ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, പോവാ, അതാ നല്ലേ. എൻ്റെ അമ്മേ, എന്താ അവിടെ കണ്ടത്? ഇത് റിയാലിറ്റി ആണോ? എൻ്റെ പ്രിയതമൻ വന്നോ? വാ വാ, ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നെന്നോ. വാ, നമുക്ക് കളിക്കാം.
അടുത്തത് ഇപ്പോൾ രാജകുമാരൻ മാറി പ്രിയതമനായോ? നിന്റെ മറ്റവനെ പോയി വിളിക്കടി കളിക്കാൻ. എൻ്റെ ദൈവമേ, ഇതെന്ത് പ്രേതക്കോട്ടയാ! എൻ്റെ അമ്മേ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ട്. എന്തിൻ്റെ കേടായിരുന്നു എനിക്ക് പ്രേതക്കോട്ടയിലേക്ക് കയറി കൊടുക്കാഞ്ഞിട്ട്. അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇവിടെ ആരും ഇല്ലേ? അയ്യോ, രക്ഷിക്കണേ. അതാരാ? ആരാ കരയുന്നേ? താഴേന്നാണല്ലോ സൗണ്ട് വരുന്നേ. ആരാ ഇത്?